might be his pleasure. Boom, cheap pleasure. ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന കൺട്രോൾ എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. ഗൈസ്, ഇതൊരു അടിപൊളി ഗെയിമാണ്. ഈ ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഒരു ഷൂട്ടിംഗ് ടൈപ്പ് ഗെയിമാണ്. ഈ ഗെയിമിനകത്തുള്ള ക്യാരക്ടേഴ്സിന് ഗൈസ് കുറേ എബിലിറ്റി ഉണ്ട്. ഇതിനകത്തൊരു ക്യാരക്ടറുണ്ട്, മെയിൻ ക്യാരക്ടർ. അതൊരു ഗേളിൻ്റെ ഒരു ക്യാരക്ടറാണ് ഗൈസ്. അവളുടെ പേര് ഞാൻ മറന്നുപോയി. എന്തായാലും കൊള്ളാം ഗൈസ്. ഇങ്ങനെയാണ് ആ ഗെയിം എന്ന് പറയുന്നത് ഗൈസ്. ഇതിന് ഏകദേശം ഒരു 50 GB സ്റ്റോറേജ് വരും. പിന്നെ നമുക്കിതിന് എന്തായാലും പൈസ കൊടുക്കേണ്ടി വരും ഗൈസ്. ഇത് എൻ്റെ എക്സ്ബോക്സിൻ്റെ ഒരു ഗെയിം പാസ് ഉള്ളതുകൊണ്ടാണ് ഇത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നത് ഗൈസ്. ചെറിയ ലാഗും എല്ലാം വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക. എന്തായാലും ഗൈസ്, നിങ്ങൾ ഈ ഗെയിം കണ്ടിട്ടില്ലെങ്കിൽ ഗൈസ് ഈ ഒരു ഗെയിം പ്ലേ കണ്ടു നോക്കുക. ഈ ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഞാൻ പറഞ്ഞില്ലേ ഷൂട്ടിങ്ങിൻ്റെ ടൈപ്പ് ഗൈസ്. ഇന്ന് കുറേ മിഷൻസും കാര്യങ്ങളുണ്ട്. നമ്മൾ ഇതിനകത്ത് ജസ്റ്റ് തുടക്കത്തിലെ ആ ഒരു സംഭവം ഗെയിം എങ്ങനെയാണെന്നൊന്ന് പരിചയപ്പെടുത്തി തരുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കളിക്കുക. ഗെയിം പ്ലേ ഇഷ്ടപ്പെട്ടെങ്കിൽ ഗൈസ് ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക ഗൈസ്. ഗെയിം പ്ലേ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒന്ന് ചെയ്യണം. ഓക്കെ ഗൈസ്, ഓക്കെ. ഇതാണ് നമ്മുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഗൈസ്. ഇവിടെയാണ് സംഭവം. നമുക്ക് ചെറിയ റഫ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഗൈസ് അത് എന്ത് പറയാനൊന്നും ഇല്ല, അതങ്ങനെയാണ്. എൻ്റെ ലാപ്പിന് ഒത്തിരി വലിയ സ്പെക്കും കാര്യങ്ങളൊന്നുമില്ല ഗൈസ്, അതുകൊണ്ടാണ് കുഞ്ഞ് റഫ്നെസ് പോലെ ഉണ്ട് ഗൈസ്. അതെന്തായാലും ക്ഷമിക്കുക ഗൈസ്. ഒന്ന് സെറ്റ് ചെയ്യാം നോക്കട്ടെ. ഓക്കെ, ഇങ്ങനെയാണ് ഗൈസ് ഈ സംഭവം എന്ന് പറയുന്നത് ഗൈസ്. ഇവൾക്ക് കുറേ എബിലിറ്റിയും കാര്യങ്ങളുണ്ട് ഗൈസ്. നമ്മൾ കുറച്ചുകൂടെ അങ്ങോട്ട് ഈ മെഷീനൊന്നും അല്ല, ഇതൊക്കെ നമ്മൾ ജസ്റ്റ് തുടക്കത്തിലൊരു സംഭവമാണ് ഗൈസ്. വേറെയും കുറേ മെഷീൻസ് ഉണ്ട്. കുറേ അങ്ങോട്ട് കളിച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് മെഷീൻസ് കൂടുതൽ വരാൻ പറ്റത്തുള്ളൂ. ഇത് ഞാൻ കളിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൈസ് ഞാൻ കളിച്ചിട്ടില്ലോ ആക്ച്വലി. ഞാനിപ്പോൾ ഫസ്റ്റ് ആയിട്ട് കളിക്കുവാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഇതിൻ്റെ ഞാൻ ഗെയിം പ്ലേ കുറച്ച് നോക്കിയപ്പം അടിപൊളിയാണ്. നമുക്ക് ഒരു രസം ഏത് മറ്റേ ഡോക്ടർ സ്ട്രേഞ്ചർ ഇല്ലേ, പുള്ളിയുടെ പവർ പോലത്തെ സംഭവങ്ങളൊക്കെയാണ് ഇവൾക്കുള്ളത്. അത്യാവശ്യം നല്ല ഒരു സെറ്റാണ് ഗെയിം, നല്ലൊരു സെറ്റ് ഗെയിമാണ്. ഏകദേശം നിങ്ങൾ കളിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ലൊരു ലാപ്പൊക്കെ ഉണ്ട്, അല്ലെ നല്ലൊരു PC ഉണ്ട്, നല്ലൊരു ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇരുന്ന് കളിക്കാൻ പറ്റും ഗൈസ്. എൻ്റെ ആണെങ്കിൽ അത്രയൊന്നും ഓടത്തില്ല, അതിന് മുന്നേ കത്തിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്ത് ഗെയിം പ്ലേ നിങ്ങളെ ഒന്ന് കാണിച്ചിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അത് ചെയ്യുകയും ചെയ്തു ഗൈസ്. ഇത് എന്തായാലും കൊള്ളാം. നമുക്ക് ഗെയിം പ്ലേ നോക്കാം ഗൈസ്. നമുക്ക് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു സംഭവമുണ്ട്. ഇതിനകത്ത് ഒരു പുള്ളിയുണ്ട്, ആ പുള്ളി ചാവാനൊക്കെ നോക്കും, സൂയിസൈഡൊക്കെ ചെയ്യും. നമുക്ക് അപ്പം അതിനകത്ത് ഇവള് പോയി അവൻ എങ്ങനെയാണ് മരിച്ചതെന്നോ അങ്ങനെ എന്തൊക്കെയോ കുറേ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾക്ക് ഓരോ ടൈപ്പ് പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഗൈസ് ഈ ഇതുണ്ടല്ലോ ഗ്രാഫിക്സ് ഗൈസ്, അത് അടിപൊളിയാണ് കേട്ടോ. ഈ ഗ്രാഫിക്സ്, ഈ ഒരു മാപ്പും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്, രക്ഷയില്ലാത്ത സംഭവമാണ്. നമ്മൾ കളിക്കുമ്പോഴേ നമുക്ക് അതിന് അറിയത്തുള്ളൂ അതിൻ്റെ ഫീല് ഗൈസ്. ഞാൻ എന്തായാലും കൊള്ളാം. ഇത് നല്ലൊരു സ്റ്റോറി പോലെയാണ്, നല്ല ടൈം എടുക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ഫൈറ്റിംഗ് സീൻ തൊട്ട് ഞാൻ കാണിക്കാം ഗൈസ്. ഓക്കെ, എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്യാം ഗൈസ്. ഇതാണ് ബാത്റൂം, നല്ലൊരു ക്ലോസറ്റാണ്. ഓക്കെ, എന്തായാലും വേറെ കട്ട് ചെയ്യാം. ഇതേ ഗൈസ്, ഇതാണ് ഞാൻ ആ പറഞ്ഞ സീന്. ഒരാൾ മരിക്കുന്നു, സൂയിസൈഡ് ചെയ്യുന്ന അങ്ങനെ എന്ത് സംഭവം ഞാൻ പറഞ്ഞില്ല ഗൈസ്, അതാണ് ഈ സംഭവം. ഇതാണ് ആ ഒരു സീന് ഗൈസ്. ഇതെന്ന് വെച്ചാൽ ഒരു സിനിമാറ്റിക് പോലെയാണ് ഈ ഗെയിം കൊണ്ടുവന്നത്. നമ്മളൊരു ശരിക്കും സിനിമാറ്റിക് പോലെയാണ് ഗെയിം കൊണ്ടുവന്നത്. നല്ലൊരു അടിപൊളി ഗെയിമാണ് ഗൈസ്. ഈ പുള്ളി മരിച്ചതിൻ്റെ കാര്യം എനിക്കറിയത്തില്ല, എന്തായാലും ഇപ്പം കാണിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. ഇതേ കാണിക്കുമായിരിക്കും എന്താണ് സംഭവം എന്നൊക്കെ ഗൈസ്. ഇവിടെ നിന്നാണ് ശരിക്കും കുറച്ച് കഴിയുമ്പോഴാണ് ഫൈറ്റ് തുടങ്ങുന്നത്. നിങ്ങൾക്ക് ഇതിനകത്ത് ഈ സംഭവങ്ങൾ പറഞ്ഞു തരും, നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ വോയിസ് കട്ട് ചെയ്യാം. Can cause or be results of AWE's altered world events, intrusions upon the perceived reality. Now, the service weapon is, of course, a prime example of an OOP, a very powerful one. Ingrained in the Bureau's DNA, a key component in our prime candidate program. Come out of that Russian roulette a winner and you're it. ഓക്കെ ഗൈസ്, നിങ്ങളത് കേട്ടു എന്ന് വിചാരിക്കുന്നു. അതെന്താ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും അറിയത്തില്ല, ഞാനും ശരിക്കും ശ്രദ്ധിച്ചില്ല ഗൈസ്. എന്തായാലും കൊള്ളാം. നമ്മൾ ഇവിടെ നിന്നാണ് കളി തുടങ്ങുന്നത്. എന്തായാലും ഇങ്ങനെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും ഗൈസ്. അപ്പോൾ എന്തായാലും ഇവിടെ ഫൈറ്റിംഗ് സീൻ ഉറപ്പായിട്ടും വരും.
എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക ഗൈസ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്, ഷെയർ ചെയ്യുക. നിങ്ങൾ വ്യൂസ് കുറച്ച് കിട്ടുന്നുണ്ട് ഗൈസ്, ചില സമയത്തൊക്കെ 300 വ്യൂസൊക്കെ കയറിയ വീഡിയോസൊക്കെ ഉണ്ട് ഗൈസ്. അതിൻ്റെ പകുതി സബ് പോലും ഇല്ല, നമുക്ക് ആകെ 100 സബ് 118 സബ് എങ്ങാണ്ടേ ഉള്ളൂ. നിങ്ങളതുകൊണ്ട് ജസ്റ്റ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേര് ഗൈസ്, എന്തേലും ഒരിത് വന്നാൽ ഗൈസ്. ഇതാണ് ഒരു എബിലിറ്റി, ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ഒരു എബിലിറ്റി. ഇങ്ങനെ അടിച്ചുറക്കാം. ഇതാണ് സംഭവം ഗൈസ്, ഇതൊരു അടിപൊളി സംഭവമാണ്. ഓക്കെ, നമ്മളിത് വലിഞ്ഞു കയറി. ഓക്കെ ഗൈസ്, നമ്മൾ ഗണ്ണിപ്പോൾ എടുക്കും. ഗണ്ണ് ഗൈസ്, ആ ഒരു ഷൂട്ട് കണ്ടോ ഗൈസ്, ആ ഒരു ഷൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ആംഗിളിൽ നിന്ന് ആ കാണിക്കുന്നുണ്ട് ഗൈസ്, എന്ത് കറക്റ്റ് ഒരു സിനിമാറ്റിക് എഫക്റ്റ് പോലെയാണ് ഗൈസ്. ഇതൊരു റിയാലിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുമായിട്ടൊരു ബന്ധമില്ല, നമ്മളെ എന്തൊക്കെയോ ഒരു ലോകത്തോട്ട് ഗൈസ് ഇത് കൊണ്ടുവന്ന ഈ ഗെയിം, അങ്ങനെ ഒരു സംഭവമാണ്. പിന്നെ ഗൈസ് ഇങ്ങനെ നമുക്ക് വെടിവെച്ചൊക്കെ കൊല്ലാം ഗൈസ്. എനിക്ക് തോന്നുന്നു എൻ്റെ ബുള്ളറ്റ് തീരും തോന്നുന്നു, അതാണ് ഞാൻ ഇങ്ങനെ വെടി വെക്കുന്നത്. ഇത് ലാസ്റ്റ് ബുള്ളറ്റ് ഇല്ലെങ്കിൽ കഴിയും ഗൈസ്. എൻ്റെ മോനെ ആ ഗൺ റീലോഡ് ആവുന്നുണ്ടോ ഗൈസ്, ജാതി എടാ ആ ഗണ്ണ് റീചാർജ് ആവുന്നുണ്ടോ ആ ഗണ്ണ് ഗൈസ്. ഇതൊരു റീചാർജിങ് ഗണ്ണാണ് കേട്ടോ ഗൈസ്. ആ സാധനം റീചാർജ് ആവുന്നുണ്ടായിരുന്നോ, സൂപ്പർ സാധനം ഗൈസ്. ഇപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഗെയിം എന്ന് പറഞ്ഞത് ഗൈസ്. ഞാൻ ഇനി കുറച്ചുകൂടെ കാണിച്ചു തരാം, കുറച്ചുകൂടെ ഫൈറ്റിങ്സ് നമുക്ക് ചെയ്തിട്ട് ഈ ഗെയിം പ്ലേ നിർത്താം ഗൈസ്. അടുത്ത അവന്മാർ വരുന്നുണ്ട്, ഇവന്മാർക്ക് അറ്റാക്ക് ചെയ്യാൻ അറിഞ്ഞുകൂടാന്ന് തോന്നുന്നു. ഇവന്മാരിങ്ങനെ നമുക്ക് ഇതൊരു ട്യൂട്ടോറിയൽ പോലാണ് ഗൈസ്. അവർ എങ്ങനെ ഇത് ചെയ്യേണ്ടതെന്നും ഉള്ളതൊക്കെ ട്യൂട്ടോറിയൽ പോലാണ്. പിന്നെ നമുക്ക് മറ്റേ എബിലിറ്റി ഉണ്ട് ഗൈസ്. ഇതൊന്നും അല്ല ഇതിനകത്ത് എബിലിറ്റി, ഇനിയുണ്ട്. കുറച്ചുകൂടെ അങ്ങോട്ടായി കഴിയുമ്പോഴേ ഈ ഗെയിമിൻ്റെ ഒരു പവർ ഗൈസ് അറിയത്തുള്ളൂ ശരിക്കും. നമുക്ക് ഇതൊന്നും ഫസ്റ്റിലൊന്നും ഒരു ഗെയിമിനും പവർ കാണിക്കത്തില്ല, അതെല്ലാ ഗെയിമിനും അങ്ങനെയാണ്. ഏത് സ്റ്റോറി മോഡ് ഗെയിം ആണെങ്കിലും ഗൈസ് നമുക്ക് ഫസ്റ്റിലെ തന്നെ ഒരു നല്ല പവറൊന്നും എത്തിച്ചു തരത്തില്ല. ഇങ്ങനത്തെ ടൈപ്പ് ഗെയിംസൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ലെവലായി പെയ്യെ ലെവലായി എന്നാലേ നമുക്ക് അതിൻ്റെ ഒരു പവർ എത്തിക്കത്തുള്ളൂ ഗൈസ്. എനിക്ക് ആ ഗെയിം പ്ലേ കാണിക്കണമെന്നുണ്ട്, ഏത് ലാസ്റ്റിലത്തെ സൈഡിലത്തെ. പക്ഷേ ഗൈസ് ഒരു സംവിധാനങ്ങളൊന്നും എൻ്റെ ഇല്ല, അതാണ് സത്യം. ഇത് തന്നെ ഗൈസ് നിങ്ങൾ കാണുന്നില്ലേ, നൈസായിട്ട് റഫായിട്ടൊക്കെയാണ് ഓടുന്നത് ഞാൻ. പിന്നെ ഇത് കളിക്കുമ്പോൾ ഇതിൽ റഫാണ്, എന്തോ പറ്റിയെന്നറിയത്തില്ല. റെക്കോർഡ് ചെയ്തപ്പം ഒത്തിരി റഫൊന്നും ആവുന്നില്ല റെക്കോർഡിനകത്ത് ഗൈസ്. ഇത് എന്താണ്, ഇത് ഈ പുള്ളിയാണെന്ന് തോന്നുന്നു ഗൈസ് സൂയിസൈഡ് ചെയ്തത്. ഇതാണെന്ന് തോന്നുന്നു ഗൈസ്. ഇതെന്തോ സംഭവം എന്നൊരു പിടിയില്ല ഗൈസ്. പുള്ളി എന്തൊക്കെയോ പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ അതൊന്നും മനസ്സിലാവുന്നില്ല. നമുക്ക് എന്തായാലും കളിക്കുമ്പോൾ തന്നെ കളിച്ചു നോക്കാം, എന്തായാലും കളിക്കുമ്പോൾ മനസ്സിലാവും ഗൈസ്. ഇതേ നമ്മുടെ ക്യാരക്ടർ ഗൈസ്, നല്ലൊരു പവറാണ് നമ്മുടെ ക്യാരക്ടറിന്, ഒരു അടിപൊളിയാണ് ഗൈസ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവൾക്ക് പറക്കാനൊക്കെ പറ്റും. പിന്നെ ഇവൾക്ക് പിന്നെ വേറെന്താ, ഈ കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സൈഡിലുള്ള എല്ലാ തിങ്സിനെ നമുക്ക് വലിച്ച് കൺട്രോൾ ചെയ്ത് ഇങ്ങനെ പൊക്കിയെടുക്കാനൊക്കെ പറ്റും. ഈ ഡോക്ടർ സ്ട്രേഞ്ചിനകത്തായിരുന്നു ആ സംഭവം ഉള്ളത്. അങ്ങനത്തെ ഒരു പവറുണ്ട് ഇവൾക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എക്കണോമിക്കലി ഉള്ള സംഭവത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഗൈസ്. അതിനെയാണ് ഈ ഗെയിമിൻ്റെ പേരും ഇത് ഇട്ടേക്കുന്ന കൺട്രോൾ എന്നാണ്. കാരണം അവൾക്ക് ആ ഒരു സൈഡിലുള്ള സംഭവമൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്തെടുക്കാം. അവളുടെ ഹാൻഡിൽ കൺട്രോൾ ചെയ്ത് അവൾ പൊക്കിയെടുക്കുക. അതുപോലെ തന്നെ അവൾ വലിച്ച് ത്രോ ചെയ്യാനും പറ്റും. ഇപ്പോൾ ഒരു എനിമി വന്നു കഴിഞ്ഞാൽ ഞാൻ ആ സൈഡിൽ ഇരിക്കുന്നൊരു മേശ ഇങ്ങനെ കൺട്രോൾ ചെയ്തെടുത്തിട്ട് വലിച്ച് ആ എനിമി എടുത്ത് ത്രോ ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് കുറയും ഗൈസ്. അങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സ്പീഡിൽ പോകുന്ന എബിലിറ്റി ഉണ്ട്. പിന്നെ ഇവൾക്ക് പറക്കാൻ പറ്റും പെയ്യെ, കുറച്ച് നേരത്തേക്ക് മാത്രം ഗൈസ്. എനിമീസ് ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. ഇവന്മാരെയൊക്കെയാണ് കൊല്ലേണ്ടത് ഗൈസ്. ലോ ആമോ ഗൈസ്. റീചാർജിങ് ആണ്. ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഈ ഗണ്ണിന്, അതൊരു വലിയ കുഴപ്പമാണ് ഗൈസ്. M460 സംഭവം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഗൈസ്. എന്തായാലും കൊള്ളാം. ഈ താഴെ കിടക്കുന്നത് ഗൈസ് ശരിക്കും പറഞ്ഞാൽ ലൈഫാണ് ഗൈസ്. ഇത് ഓപ്പൺ ആവുന്നില്ല, ഈ സംഭവം ഇത് ഓപ്പൺ ആവുന്നില്ല. ഇതെന്തോ പറ്റിയെന്നറിഞ്ഞൂടാ, ഇത് ഓപ്പൺ ആവുന്നില്ല.
സൗണ്ട് മാത്രമേ ഉള്ളൂ, ഒന്നും ഓപ്പൺ ആവുന്നില്ല. അഴുക്ക് ഡോറാണെന്ന് തോന്നുന്നു ഗൈസ്. ഇത് പൊട്ടിക്കട്ടെ. എടാ മോനെ, ആ സാധനം കൊള്ളാം ഗൈസ്. ആ ഒരു സംഭവം കണ്ടോ നിങ്ങൾ? നൈസ് അല്ലേ ഗൈസ്? കഥ വെടിവെക്കുമ്പോൾ അത്ര സുഖമില്ല കണ്ടോ, അതിലൊക്കെ വെടിവെക്കുമ്പോൾ സുഖമാണ്. ആ സാധനമൊക്കെ ഇളകി പോകുന്നത് ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ ഗെയിം ഒരു അടിപൊളി ഗെയിമാണ് ഗൈസ്. നിങ്ങൾക്ക് ഞാൻ സത്യം പറയാമല്ലോ, നിങ്ങൾക്ക് നല്ലൊരു PC ഉണ്ട്, ഇങ്ങനത്തെ ടൈപ്പ് ഗെയിമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഗൈസ് നിങ്ങൾ ഉറപ്പായിട്ടും കളിച്ച് നോക്കി. ഇതൊരു സിനിമാറ്റിക് മോഡൽ ടൈപ്പ് ഗെയിമൊക്കെയാണ്. ഇതാണ് ഞാൻ ആ പറഞ്ഞ പവർ ഗൈസ്. നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് കണ്ടോ, ആ താഴ്വശം കണ്ടോ ഗൈസ്, ആ ഒരു ഇത് കണ്ടോ, അതൊക്കെ ഇളകിപ്പോയി ഗൈസ്. ഇതാണ്, നിങ്ങൾക്ക് നല്ലൊരു PC ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കളിച്ച് നോക്കുക ഗൈസ്. ഉറപ്പായിട്ടും നിങ്ങൾ കളിച്ച് നോക്കി നിങ്ങൾക്ക് നല്ലപോലെ ഇഷ്ടപ്പെടും. നല്ല PC ഉണ്ടെങ്കിലേ ഇതിന് നിൽക്കാവൂ, അല്ലേ ഗൈസ് നമ്മുടെ PCക്ക് തന്നെ കേടായിരിക്കും. എൻ്റെ PCക്ക് തന്നെ ഒരു അവസ്ഥയാവും ഇതിട്ട് ഒത്തിരി ഇട്ട് ഓടിച്ച് കഴിഞ്ഞാൽ ഗൈസ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ PCയിൽ ഈ ഗെയിം ഡൗൺലോഡ് ചെയ്തിട്ട് ഗെയിം ഓടിച്ചാൽ മാത്രം പോരാ, നമ്മൾ റെക്കോർഡും ചെയ്യുന്നുണ്ട്. റെക്കോർഡ് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് PCക്ക് ഇരട്ടി ഇത് കൊടുക്കുക, വർക്ക് കൊടുക്കുകയാണ് ഗൈസ്. അതുകൊണ്ടാണ് ഈ ഗെയിം പ്ലേക്കിനകത്തും ഈ ഗെയിമും ആ സമയത്ത് ലാഗാവുന്നത്. നമ്മൾ റെക്കോർഡ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ഓടും, കുഴപ്പമില്ലാതെ ഗെയിം ഓടും, റഫ്നെസ് ഇല്ലാതെ. പക്ഷേ റെക്കോർഡൂടെ ചെയ്യുമ്പോൾ PCക്ക് ഒരു ചെറിയ റഫ്നെസ് ഒക്കെ വരും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഈ ഗെയിം നിങ്ങളന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇത് ചെയ്തത് ഗൈസ്, റെക്കോർഡ് ചെയ്തത് അതിനു വേണ്ടിയാണ് ഗൈസ്. ഇവിടെ ഒരു ഫൈറ്റിംഗ് സീനുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇവിടെ എന്തായാലും ഒരു ഫൈറ്റിംഗ് സീനുണ്ട് ഗൈസ്. ഇവിടെ നിന്നൊക്കെ തൂങ്ങി കിടക്കുന്ന ആൾക്കാർ ഗൈസ് ഇവിടെ വരുമായിരിക്കും. ഇവിടെ നിൽക്കുക, ഇവിടെ നിന്നിട്ട് അവൻ വരുന്നവന്മാരെ എല്ലാം അടിക്കാം ഗൈസ്. എന്ത് ചെയ്യടാ, ഇവന്മാർ ഇന്നത്തേക്കൊന്നും വരത്തില്ല ഗൈസ്. ഒരുത്തും തൂങ്ങി കിടക്കുന്നു. ഗൈസ് ചത്ത് ഇനി എവിടെ ഒന്നാന്ന് ഒരു പിടിയില്ല, ഇനി എവിടെയൊക്കെ ഉണ്ടെന്നൊരു പിടിയില്ല ഗൈസ്. അതാണ് സത്യം. അടുത്തത് ഗൈസ് അങ്ങോട്ട് ഇറങ്ങുമ്പോഴാണ് കേട്ടോ ആളുള്ള. ഇറങ്ങുമ്പോൾ ആൾ വരും ഗൈസ്. ലോവാമമായി അവിടെ വെടിയാണ്. അതല്ല ഗൈസ്, ഷൂട്ടിങ്ങാണ് ഗൈസ്. എന്താടാ ഇതിങ്ങനെ ഗൈസ്? ഇങ്ങനെയാണ് ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് ഗൈസ്. എന്തായാലും നമുക്ക് ഈ ഒരു ഗെയിം പ്ലേ വിടുവും നിർത്താം. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ലാഗാണ് ഗൈസ്. ചത്തോ അതിന് മുന്നേ ഗൈസ്. എന്തായാലും കൊള്ളാം, നമുക്ക് ഈ വിടുന്ന ഗെയിം പ്ലേ നിർത്താം ഗൈസ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിനുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക ഗൈസ്. ഞാൻ ഈ PC ഗെയിംസായിട്ട് മാത്രമല്ല വരുന്നത്, ആൻഡ്രോയിഡ് ഗെയിംസായിട്ട് വരുന്നുണ്ട് ഗൈസ്. പിന്നെ എൻ്റെ ചാനലിനകത്ത് കുറച്ച് വീഡിയോസ് കൂടെ ഉണ്ട്, കാണാത്തവരുണ്ട് ജസ്റ്റ് ഒന്ന് പോയി കാണാം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യലും ചെയ്തിടുക, ചെയ്താൽ അത്ര നല്ലതായിരുന്നു ഗൈസ്. ഓക്കെ, എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.